പൊന്നുരുളിയിലേക്ക് സ്വാഗതം. സദ്യയ്ക്ക് തൂശനിലയുടെ ഇടത്തെ അറ്റത്ത് മാങ്ങാക്കറിക്കും ഇഞ്ചിക്കറിക്കും ഒപ്പം സ്ഥാനമുള്ള ഒരാൾ കൂടിയുണ്ട്, നാരങ്ങാക്കറി. വടുകപ്പുളി നാരങ്ങ അഥവാ കറി നാരങ്ങ കൊണ്ടുണ്ടാക്കുന്ന നാരങ്ങാക്കറിയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത്. ഇപ്പോൾ പല സദ്യകൾക്കും നാരങ്ങ അച്ചാർ വിളമ്പുന്നത് കാണാറുണ്ട്. പക്ഷേ വീട്ടിലൊക്കെ പണ്ടുകാലം തൊട്ടേ സദ്യകൾക്ക് നാരങ്ങ അച്ചാറല്ല, നാരങ്ങാക്കറിയാണ് ഉണ്ടാക്കി വിളമ്പാറുള്ളത്. അപ്പോൾ എങ്ങനെയാണ് നാരങ്ങാക്കറി തയ്യാറാക്കേണ്ടത്, അരിയുന്ന വിധം എല്ലാം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. നാരങ്ങയുടെ തൊലി നന്നായി കഴുകി വൃത്തിയാക്കണം. തൊലി സഹിതമാണ് നാരങ്ങാക്കറി ഉണ്ടാക്കുന്നത്. വീഡിയോയിൽ കാണിക്കുന്നത് പോലെ നാരങ്ങ ചെറിയ പൂളുകളായി നെടുകെ അരിയുന്നു. എന്നിട്ട് അതിന് ശേഷം കുറുകെ ഇതേപോലെയുള്ള വെജ് ഷേപ്ഡ് പീസസ് ആക്കി അരിഞ്ഞെടുക്കുന്നു. ഒരു മുഴുവൻ നാരങ്ങ ഞാൻ ഈ നാരങ്ങാക്കറിക്കായി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നാരങ്ങ മുഴുവൻ ഇതേപോലെ കഷ്ണങ്ങളായി അരിഞ്ഞു മാറ്റുന്നു. ഇനി പച്ചമുളക് വേണം. 5-6 പച്ചമുളക് എരിവുള്ളതാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് കട്ടി കൂടിയ കഷ്ണങ്ങളായി വട്ടത്തിൽ അരിഞ്ഞെടുക്കുന്നു. ഇത് രണ്ടും ഒന്നിച്ച് റെഡിയാക്കി വെക്കുന്നു. ഇനി ഒരു ചരുവത്തിലോ കൽച്ചട്ടിയിലോ മറ്റോ കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിക്കാൻ വെക്കുന്നു. വെള്ളം നന്നായി തിളയ്ക്കാൻ വെയിറ്റ് ചെയ്യുന്നു. പാകം ചെയ്യുന്നതിന് മുമ്പായി നാരങ്ങയുടെ ഒരു കഷ്ണം അടുപ്പിൻ്റെ അറ്റത്ത് മാറ്റി വയ്ക്കുന്നു. തിരുവാറന്മുളയപ്പനെ സ്മരിച്ചുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നാരങ്ങയും പച്ചമുളകും തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ഇടുന്നു. നാരങ്ങാക്കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഈ സമയം ചേർത്ത് നല്ലപോലെ ഇളക്കി ഇതെല്ലാം നന്നായി വേവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഈ കറിക്കൊരു പ്രത്യേകതയുണ്ട്. ഇതിൽ മഞ്ഞൾപ്പൊടി ചേർക്കാറില്ല. മഞ്ഞൾപ്പൊടി ചേർക്കാത്തത് എന്തുകൊണ്ടെന്നാൽ നാരങ്ങയിൽ മഞ്ഞൾപ്പൊടി ചേരുമ്പോൾ ഒരു കയ്പ്പ് കൂടുതലായി അനുഭവപ്പെടും എന്നാണ് പറയുന്നത്. നന്നായി ഒരു പ്രാവശ്യം ഒന്ന് വെട്ടി തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ ഒരു തണ്ട് കറിവേപ്പില കൂടെ ഇതിലേക്ക് ചേർക്കണം. സദ്യയിൽ പല കൂട്ടാനുകളും അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെൻ്റ് ചെയ്യുന്നതായി പറയാറുണ്ട് അല്ലേ? പരിപ്പും പച്ചടിയും കാളനും ഓലനും അങ്ങനെ. അടപ്രഥമൻ കുടിക്കുമ്പോഴുള്ള അതിമധുരം ഒന്ന് ശമിപ്പിക്കാൻ നാരങ്ങാക്കറിയിൽ വിരലൊന്ന് മുക്കി നാവിൽ തൊട്ടാൽ മാത്രം മതി. ഇടയ്ക്കിടെ ഇളക്കി നല്ലപോലെ തിളച്ച് നാരങ്ങ നന്നായി വെന്തു. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. ആദ്യമേ പറഞ്ഞു മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല, മുളക് പൊടി ചേർക്കേണ്ടതുണ്ട്. 2 മുതൽ 2.5 ടേബിൾ സ്പൂൺ വരെ മുളക് പൊടിയാണ് ഇതിൽ ചേർക്കുന്നത്. നല്ല പുളിയും തെല്ലൊരു കയ്പും ഒക്കെ ഉള്ളത് കൊണ്ട് എരിവും അതിനോട് കിടപിടിക്കാൻ തക്കവണ്ണം വേണം. അപ്പം ഇത്രയും എരിവ് ചേർത്താൽ കൂടുതലൊന്നും ആവില്ല. പിന്നെ ഇതൊരു ഒഴിച്ചുകറിയല്ല, തൊട്ടുകൂട്ടാനാണ്. ഈ ടേസ്റ്റുകളൊക്കെ അത്ര സ്ട്രോങ് ആണ്. അതേപോലെ തന്നെ നാമമാത്രമായ അളവിൽ മാത്രമാണ് ഇത് വിളമ്പുകയും കഴിക്കുകയും ചെയ്യേണ്ടത്. മുളക് പൊടി ചേർത്തു നല്ലപോലെ ഇളക്കി. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ്. 1 മുതൽ 1.5 ടീസ്പൂൺ വരെ മല്ലിപ്പൊടി ഇതിൽ ചേർക്കുന്നു. അതും ചേർത്ത് നല്ലപോലെ കുറച്ച് സമയം കൂടി ഒന്ന് തിളപ്പിക്കുന്നു. നന്നായി തിളച്ച് വാങ്ങുന്നതിന് തൊട്ട് മുമ്പായി 1/4 ടീസ്പൂണിൽ താഴെ ഉലുവാപ്പൊടി കൂടെ ചേർക്കണം. ആദ്യം ഞാൻ ചേർത്ത വെള്ളം കുറച്ച് കൂടുതലായതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഏറെ സമയം തിളപ്പിക്കാൻ പറയുന്നത്. നിങ്ങൾ പാകത്തിന് വെള്ളമാണ് എടുക്കുന്നതെങ്കിൽ ഒരുപാട് തിളപ്പിച്ച് വറ്റിക്കേണ്ട കാര്യമില്ല. അത്യാവശ്യം ഒന്ന് കുറുകി കഴിയുമ്പോൾ തന്നെ തീ ഓഫാക്കാം. ഇനി കടുക് വറക്കാം. ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി അതിലേക്ക് കുറച്ച് ഉലുവയും കടുകും ഇട്ട് പൊട്ടിച്ച് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് നാരങ്ങാക്കറിയിലേക്ക് ചേർക്കുന്നു. പാകത്തിന് കുറുകിയ നാരങ്ങാക്കറി തീ ഓഫാക്കി ചൂടാറാൻ വയ്ക്കാം. ചൂടാറിക്കഴിഞ്ഞാൽ ഇത് കുപ്പിയിലോ ഭരണിയിലോ മറ്റോ ഒഴിച്ച് സൂക്ഷിച്ച് വയ്ക്കാം. സാധാരണ ഓണത്തിനും സദ്യകൾക്കുമൊക്കെ തലേ ദിവസം തന്നെ തയ്യാറാക്കുന്ന കൂട്ടാനുകളിലൊന്നാണ് നാരങ്ങാക്കറി. ഒരുപാട് വെള്ളമാവാതെ എന്നാൽ ഒത്തിരി ഡ്രൈ ആവാതെ ഒരു പാകത്തിൽ തന്നെ നാരങ്ങാക്കറി ഇരിക്കണം. അതാണ് നല്ലത്. ഈ ഓണക്കാലത്തെ സദ്യയ്ക്ക് ഈ നാരങ്ങാക്കറി ഒന്നുണ്ടാക്കി എന്നെ അഭിപ്രായങ്ങൾ അറിയിക്കണം. മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.